അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. അപ്പോൾ നമ്മുടെ സുനിത വില്യംസിനെ കൊണ്ടുവരാനായിട്ട് മറ്റൊരു പേടകം യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുനിത വില്യംസിന്റെ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. എന്താണ് സുനിത വില്യംസ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ, ഇത്രയും നാൾ അവർ ബഹിരാകാശത്തായിരുന്നു, അപ്പോൾ അവരുടെ ശാരീരികമായിട്ട് അവർക്ക് എന്തെല്ലാം സംഭവിക്കും, അതുകൂടാതെ അവർ ബഹിരാകാശത്ത് പോയി, പക്ഷെ അവരുടെ സാലറിയും അവരുടെ ജീവിത കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം. വീഡിയോ നിങ്ങളുടെ കുട്ടികൾക്ക് പരമാവധി കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നല്ലൊരു അറിവാണ് പങ്കുവയ്ക്കുന്നത് തോന്നിയാൽ, അതുകൂടാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സന്മനസ്സോട് കാണിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് അപ്രതീക്ഷിതമായി നീണ്ട ബഹിരാകാശ ദൗത്യത്തിന് ശേഷമാണ് സഹയാത്രികന് ബുച്ച് വിൽമറിനൊപ്പം ഭൂമിയിലേക്ക് തിരിച്ചു വരാനായി നമ്മുടെ ഇന്ത്യൻ വംശീയായ സുനിത വില്യംസ് ഒരുങ്ങുന്നത്. അതായത് മുൻ US നാവികസേന ഉദ്യോഗസ്ഥയും പരിചയ സമ്പന്നയുമായ ബഹിരാകാശ യാത്രികയുമായ സുനിത വില്യംസ് ബഹിരാകാശ പര്യവേഷണത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ഇത് നാസയിലെ ഏറ്റവും പ്രഗത്ഭരായ ബഹിരാകാശ യാത്രികരിൽ ഒരാളായി സുനിതയുടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടായി. ഇത്രയും മികച്ച ഒരു കരിയർ ഉള്ളതിനാൽ സുനിത വില്യംസിനെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ പലരും ആശ്ചര്യപ്പെടുക ഉണ്ടാകാം. സുനിത വില്യംസിന് എത്ര ശമ്പളം കിട്ടുന്നു എന്ന കാര്യമാണ് അത്. അതായത് US സർക്കാരിന്റെ ശമ്പള സ്കെയിൽ അനുസരിച്ച് നാസ ബഹിരാകാശ യാത്രികർക്ക് അവർക്ക് എക്സ്പീരിയൻസിന്റെയും റാങ്കിന്റെയും അടിസ്ഥാനത്തിലുമാണ് ശമ്പളം നൽകുന്നത്. അതായത് നാസയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ബഹിരാകാശ യാത്രികർക്ക് സാധാരണയായി GS-12 മുതൽ GS-15 വരെയുള്ള ഗ്രേഡ് പ്രകാരമാണ് ശമ്പളം ലഭിക്കുന്നത്. അതായത് GS-12 ഗ്രേഡ് ബഹിരാകാശ യാത്രികരുടെ അടിസ്ഥാന ശമ്പളം അതിന് ഏകദേശം $66,000. അത് ഇന്ത്യൻ മണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 55 ലക്ഷം ഇന്ത്യൻ രൂപ വരും. അതുകൂടാതെ അതിന് കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് പരിചയ സമ്പന്നരായ ബഹിരാകാശ യാത്രി, അത് GS-13 ലെവലിൽ വരും, അല്ലെങ്കിൽ GS-14 വിഭാഗത്തിൽ പെടുവരും. അവർക്ക് വരുന്ന ശമ്പളം ഏകദേശം $90,000 മുതൽ $1,40,000 വരെയാണ്. അതായത് അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ പ്രതിവർഷം ഏകദേശം 75 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ അടുത്താണ് വരിക. അപ്പൊ ഈ ശമ്പളത്തിന് പുറമെ നാസയിലെ ബഹിരാകാശ യാത്രയ്ക്ക് സമഗ്രമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ്, പിന്നെ അഡ്വാൻസ് മിഷൻ പരിശീലനം, മാനസികമായ ഒരു പിന്തുണ, പിന്നെ യാത്രാ അവലൻസുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഫെഡറൽ മാർഷലായ തന്റെ ഭർത്താവ് മൈക്കൽ J. വില്യംസിനൊപ്പം ടെക്സസിലെ ഹൂസ്റ്റണിലാണ് സുനിത വില്യംസിന്റെ താമസം. അവരുടെ ഇന്നത്തെ ആസ്തി ഏകദേശം $5 മില്യൺ ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബഹിരാകാശ ദീർഘകാലം ചെലവഴിച്ചത് ബഹിരാകാശ ഗവേഷണത്തിലുള്ള സുനിതയുടെ അർപ്പണ മനോഭാവത്തെയാണ് കുറിക്കുന്നത്. അതുകൂടാതെ 2024 ജൂൺ മുതൽ സുനിത വില്യംസും ബുച്ച് വിൽമറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ്. ഇരുവരും യാത്ര തിരിച്ച ബോയിങ് ബഹിരാകാശ പേടകത്തിന് സാങ്കേതിക പ്രശ്നം നേരിട്ടതോടെയാണ് നിലയത്തിലെ വാസം അവർക്ക് ഇത്രയും നാൾ, അതായത് ഏകദേശം 9 മാസത്തിലേറെ നീണ്ടു നിന്നത്. സുനിതയെയും ബൊച്ചിനെയും മടക്കി കൊണ്ടുവരുന്നതിനായി നാസ സ്പേസ് എക്സുമായി ചേർന്ന് വിക്ഷേപിച്ച ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ അത് ബഹിരാകാശ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് മാർച്ച് 19 സുനിതയും ബൊച്ചും ഭൂമിയിലേക്ക് മടങ്ങുക എന്നാണ് നാസയുടെ ഒരു നിഗമനം. അപ്പൊ ഇവര് മടങ്ങുമ്പോൾ മടക്കയാത്രയിൽ ഇവരെ കൂടെ മറ്റു ക്രൂകളും ഉണ്ടായിരുന്നു. അവരും ഇവരോടൊപ്പം തന്നെ മടങ്ങും. അതായത് ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് 4 അംഗ ദൗത്യ സംഘവുമായി സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സ്യൂള് അത് പുറപ്പെട്ടത്. മറ്റൊരു നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, വെറും 8 ദിവസത്തെ ദൗത്യത്തിനായിട്ടാണ് അവര് പോയിട്ടുള്ളത്. അതായത് ബോയിങ് പരീക്ഷണത്തിന്റെ സ്റ്റാർലൈൻ പേടകത്തിൽ 2024 ജൂണിലാണ് ഭൂമിയിൽ നിന്ന് അവര് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറന്നത്. പക്ഷെ ഇപ്പോൾ അവർ 9 മാസത്തിലധികമായി അവിടെ തുടരുകയാണ്. അതാണ് ഇതിൽ മറ്റൊരു അത്ഭുതം.
അതിന് കാരണം എന്താ വെച്ചാൽ ഇവരുടെ പേടകമായ സ്റ്റാർലൈൻ പേടകത്തിന്റെ ഒരു സാങ്കേതിക പ്രശ്നം കാരണം ഇരുവർക്കും മുൻ നിശ്ചയിച്ച സമയത്തിന് ഭൂമിയിലേക്ക് മടങ്ങാനാവാതെ വന്നു. അപ്പോൾ ഇവരെ മടക്കി കൊണ്ടുവരാനായിട്ട് നാസ പലതവണ ശ്രമിച്ചെങ്കിലും ഹീലിയം ചോർച്ചയും മറ്റു തകരാറുമുള്ള സ്റ്റാർലൈൻ്റെ ഒരു അപകട സാധ്യത മുൻകണ്ടുകൊണ്ടാണ് മടക്കിയ യാത്ര നാസയ്ക്ക് നീട്ടിവെക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ മാർച്ച് 19 ഇവരെ രണ്ടുപേരും മറ്റു ക്രൂകളെയും ഭൂമിയിൽ എത്തിക്കാൻ പറ്റുമെന്നാണ് നാസ വിചാരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 8 ദിവസത്തിന് വേണ്ടി പോയ അവര് 9 മാസം അവിടെ തങ്ങിയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അത് ബഹിരാകാശമാണ്, അത് ഭൂമിയല്ല. അപ്പൊ നമ്മൾ ഭൂമിയിൽ നിന്ന് ഇവിടെ നിൽക്കുന്ന നമ്മൾ അവിടെ വേറൊരു സ്ഥലത്ത് ഭൂമിയിൽ പോക്കുമ്പോൾ അവിടെ നമ്മുടെ ശാരീരികമായി ഫിസിക്കലി നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. ബഹിരാകാശത്ത് ഭൂഗുരുഷാകർത്തനം ഇല്ലാത്തതുകൊണ്ട് അതുമായി പൊരുത്തപ്പെടാനായിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ചില ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. അപ്പോൾ ഇതൊരു സാധാരണ തിരിച്ചുവരവായിരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണമായി പൊരുത്തപ്പെട്ട വില്യംസിനും വിൽമോറിനും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നാണ് മുൻ നാസ ബഹിരാകാശ യാത്രികനായ ചിലർ പറയുന്നത്. അപ്പൊ അവര് ഭൂമിയിൽ നടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടേതിന് സമാനമായ അനുഭവങ്ങൾ ചിലർക്ക് ഉണ്ടാകാമെന്ന് പറയുന്നത്. അതായത് ചർമ്മത്തിന്റെ കട്ടിയുള്ള ഭാഗം നഷ്ടപ്പെടാം, ഭാരമില്ലായ്മ മൂലമാണ് കാലിലെ, അതായത് അവിടുത്തെ ഒരു ഭാരമില്ലായ്മ മൂലമാണ് കാലിൽ ഈ കട്ടിയുള്ള ഭാഗത്ത് ഒരു ചുരുങ്ങുന്നത് എന്ന് പറയുന്നു. അതുകൂടാതെ ഭാരക്കുറവുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിന്റെ ഒരു പരിണത ഫലമായി തിരിച്ചെത്തുമ്പോൾ മറ്റു ചില പാർശ്വഫലങ്ങളും അവർക്കും ഉണ്ടാകുമെന്ന് പറയുന്നു. അതിൽ ചിലത് തലകറക്കം ഉണ്ടാവും, ഓക്കാനം എന്നിവയൊക്കെ ഉണ്ടാവും. കൂടാതെ പനി അനുഭവപ്പെടാം. ഏകദേശം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയോളം അവർ ഭൂമിയിൽ നിന്നാൽ മാത്രമേ സാധാരണ നമ്മളെ പോലെ ഒരു മനുഷ്യന്റെ ഒരു പ്രകൃതി അല്ലെങ്കിൽ സാധാരണ പ്രായപൂർത്തിയ ഒരു മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർക്ക് എത്താനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറയുന്നത്. അതായത് അവിടെയുള്ള ഒരു അന്തരീക്ഷവും നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലെ അന്തരീക്ഷവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാനായിട്ട് 2 ആഴ്ചയോ 3 ആഴ്ചയോ എടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.